രോഗത്തെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കച്ചവടച്ചരക്കാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ് മരുന്ന് ബിസിനസ്. രോഗമാണ് അവരുടെ ലാഭം. രോഗമാണ് ഏറ്റവും വലിയ കച്ചവടച്ചരക്ക്. ഏറ്റവും കൂടുതൽ കച്ചവടം കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ രോഗിയാകുന്നതാണ് വികസനത്തിൻ്റെ ഒരു. GDP കൂടും. ജനങ്ങൾ രോഗിയാവാതെ ജീവിച്ചാൽ GDP കുറയും. രാജ്യത്തെ മൊത്തം വരുമാനത്തിൻ്റെ ജനങ്ങൾ കൂടുതൽ രോഗികളാകുമ്പോൾ കൂടുതൽ ബിസിനസ് നടക്കും. ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ പെട്രോൾ കൂടുതൽ കത്തിച്ച് നിങ്ങളുടെ കാറിൽ തന്നെ പോകും, ടയർ കൂടുതൽ ചിലവാകും, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് ഇതൊക്കെ ചിലവാകണമെങ്കിൽ നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യണം. നിങ്ങൾ കൂടുതൽ ആശുപത്രിയിൽ പോകും തോറും എക്സ്റേ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, MRI, CT സ്കാനിങ്, പെറ്റ് സ്കാനിങ്, ഡോഗ് സ്കാനിങ്, ഇങ്ങനെയുള്ള പലതരം സ്കാനിങ്ങുകളൊക്കെ എടുക്കും. എത്ര പേർക്കാണ് അതിൻ്റെ വീതിച്ച് കിട്ടണത്? മരുന്നുകൾ നിങ്ങൾ കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പുറകെ ഒരു സർജറി എങ്ങനെയായാലും വേണ്ടി വരും. അൾസർ പിടിക്കാം, കരളിന് കേടുവരാം, കിഡ്നിക്ക് കേടുവരാം, ഡയാലിസിസ് മെഷീൻ വെക്കുന്നവർക്കൊരു കാര്യമായി. ഇങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. പിന്നെ ഈ പല മരുന്ന് നിങ്ങൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പോൾ സൈക്കാട്രിസ്റ്റുകൾക്ക് പണിയായി, സൈക്കോളജിസ്റ്റുകൾക്ക് പണിയായി. ഇങ്ങനെയാണ് ലോകം. നിങ്ങൾ കരുതുന്ന, പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞല്ലോ, പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും തിന്നുകൂടാ. ചോദിക്കട്ടെ, വാഹനങ്ങൾ റോഡിലൂടെ ഓടുന്നുണ്ട്. ഇടികൾ കൂടുതൽ നടക്കണോ, വാഹനങ്ങൾ ഇടിക്കാതെ ഓടണോ? മറിയാതെ ഇടിക്കാതെ ഓടണോ? ഇടിക്കാതെ ഓടണം. വാഹന കമ്പനികളെ മൂടിപ്പിക്കാൻ ഇറങ്ങിയേക്കുകയാണ് അല്ലേ? വർക്ക്ഷോപ്പുകാരെ മൂടിപ്പിക്കും. വർക്ക്ഷോപ്പുകാരുടെ ആഗ്രഹം എന്താ? ഇടിച്ച് വണ്ടി തവിട്ട് പൊടിയാകണം. ഒരുത്തൻ ചാടി എണീറ്റ് പോകാൻ, സാറേ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ വെച്ചായിരുന്നു ഒരു ക്ലാസ്സിൽ. എന്താ ഇയാൾ വർക്ക്ഷോപ്പുകാരനാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പൊ എന്താ വാഹനങ്ങൾ ഇടിച്ചു പൊടിച്ച് തവിട് പൊടിയാണോന്ന് ആഗ്രഹമില്ലേ? ഇല്ല സാറേ, ഞങ്ങൾക്ക് ഇടിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. അതെന്താടോ? സാറേ, വണ്ടി ഇടിച്ച് തവിട് പൊടിയായാൽ നന്നാക്കാൻ കൊണ്ടുവരില്ല. ഇൻഷുറൻസ് കമ്പനിക്ക് ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. അവർ ആ വണ്ടിക്ക് കണ്ടിരിക്കുന്ന വില ഇങ്ങോട്ട് തരും, പുതിയ കാർ എടുക്കും. അപ്പോൾ വർക്ക്ഷോപ്പുകാർ ഞങ്ങൾക്കൊരു കാര്യമില്ല സാർ, ഇടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അവർ പണിക്കൊണ്ടുവരും. നമ്മുടെ ശിവഗിരി മഠം പോലെ പല ആശ്രമങ്ങൾ കേരളത്തിലുണ്ട്. പാലക്കാട് ഭാഗങ്ങളിൽ ധാരാളം ആശ്രമമുണ്ട്. തഥാഗത സ്വാമിയുടെ ആശ്രമമുണ്ട്, നിരവധി ആശ്രമങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി ഈ ആശ്രമത്തിൽ കയറി ഒരു സ്വാമിയെ ആശുപത്രിയിലാക്കിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം ഷിഗല്ല ഉണ്ടായി. ഷിഗല്ല അണുക്കൾ കയറി പിള്ളേരെ പിടിച്ചിട്ട് അങ്ങോട്ട് രോഗികളാക്കി കളഞ്ഞു. അതിലാരെങ്കിലും ഈ ആശ്രമങ്ങളിലെ സ്വാമിമാർ ഉണ്ടോ? ഇല്ല. പാലക്കാട്ടെ അഗ്രഹാരത്തിലെ ബ്രാഹ്മണ സമൂഹം അതുപോലെ ഷിഗല്ല കയറി പിടിച്ചിട്ടുണ്ടോ? കോഴിക്കോടോ വയനാടോ ഉള്ള സസ്യാഹാരം മാത്രം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഉണ്ടാകും. എൻ്റെ ക്ലാസ് കേട്ടപ്പോൾ പാലക്കാട് ഒരാൾ എണീറ്റ്, ഒരു ബാങ്ക് ഓഫീസർ എണീറ്റെന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഞാൻ ബാങ്കിൽ വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു ശരിയായിട്ട് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നോൺ വെജ് കഴിക്കണം. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങിയാണ് സാറേ. വീട്ടിൽ കഴിക്കില്ല സാറേ, പുറത്ത് പോകുമ്പോൾ കഴിക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് സസ്യാഹാരമാണ് ഏറ്റവും നല്ലത്, ഞാനിനി കഴിക്കില്ല. നല്ലൊരു ശതമാനം ബ്രാഹ്മണരും ഒക്കെ ഇപ്പോൾ കഴിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വല്ലതും വരാമെന്നല്ലാണ്ട് സസ്യാഹാരത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശുദ്ധമായ അല്ലെങ്കിൽ പഴകാത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് ആർക്കും ഈ ഒരു അസുഖം വരില്ല. ഇതിൽ യോഗ ചെയ്യുന്ന എത്ര പേരുണ്ട് ഷിഗല്ല പിടിച്ചവരിൽ? ഷിഗല്ല പിടിച്ചവരിൽ എത്ര പേരുണ്ട്? അന്വേഷിക്കണം. പ്രകൃതി ഭക്ഷണം കഴിക്കുന്ന, പ്രകൃതി രീതികൾ പാലിക്കുന്നവരിൽ എത്ര പേർക്ക് ഷിഗല്ല പിടിച്ചു? അന്വേഷിക്കണ്ടേ? ചുമ്മാ നമ്മുടെ ആരോഗ്യമന്ത്രിയെ ചീത്ത പറയാൻ പ്രതിപക്ഷത്തിന് എന്തൊരു ഉത്സാഹമാണ്. നീ ഇപ്പോൾ വന്നപ്പോൾ അവിടെ മുഴുവൻ അടച്ചു കെട്ടി ആളുകളെ മുഴുവൻ ബന്ദികളാക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ 10 വീടിന് അപ്പുറത്തുള്ള ഒരാൾക്ക് പനി വന്നു, അയാൾ നമ്മുടെ വീടിൻ്റെ അതിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മുഴുവൻ അടച്ചു കെട്ടിയിട്ട് നമ്മളാരും പുറത്തിറങ്ങാൻ പാടില്ല, പണിക്ക് പോകാൻ പാടില്ല. കുട്ടികൾക്ക് ഭക്ഷണമില്ലെങ്കിലും വീട്ടിൽ കിടന്നോളണം.
പിള്ളേരുടെ കരച്ചിൽ കേട്ട് കോവിഡ് ലെവലിലേ നടന്നത്. അയാൾ നമ്മുടെ വീട്ടിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെയും പിടിച്ച് ആശുപത്രിയിൽ തടവിലിടും 21 ദിവസം ക്വാറന്റൈൻ. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ? എപ്പോഴാണ് ഈ വന്ന ആൾക്ക് ഒരു പനി ഉണ്ടായെന്നും ആ പനി പൂച്ചപ്പനിയായിരുന്നു എന്നും കോഴിപ്പനിയായിരുന്നു എന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും കൂടെ കൂട്ടിയിടേണ്ടി വരില്ലേ? പക്ഷെ ആരോഗ്യമന്ത്രി സമ്മതിച്ചില്ല, മുരളീധരൻ സമ്മതിച്ചില്ല. മുരളീധരന് അവരുടെ അവാർഡ് ടൈം സ്ക്വയറിൽ കൊണ്ടുപോയിട്ട് ഇരുമ്പ് കസേരയിൽ ഇരിക്കണമെന്നുള്ള ചിന്തയൊന്നും മുരളീധരനില്ല. അത് കാരണം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി പകർച്ചവ്യാധി കൈകാര്യം ചെയ്തത് ശരിയായില്ല. ഈ ഷിഗല്ല ആർക്കാ വരണത്? കൂടുതൽ സ്കൂൾ കുട്ടികൾക്കാ വന്നത്. എന്താ കാരണം? ഇരുമ്പ് ഗുളിക, വയറ് കേടാക്കുന്ന ഇരുമ്പ് ഗുളിക, അയഡിനുപ്പ്, മന്ത് ഗുളിക, മുട്ട. സ്കൂൾ കുട്ടികൾ നല്ല കാര്യമല്ല, മുട്ട കൊടുക്കുകയാണ്. ഈ മുട്ട കഴിക്കുന്ന ഒരു 30-40% ആളുകൾക്കും അത് ആപത്താണ്. നല്ല ദഹനശേഷിയുള്ളവർക്ക് ദഹിച്ചു പോകും. പക്ഷെ അപ്പോഴും ഒരാഴ്ചയിൽ 2.5 മുട്ടയിൽ കൂടുതൽ മുതിർന്ന ഒരാൾ കഴിക്കുന്നത് അപകടമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഹാർട്ട് അറ്റാക്കിൻ്റെയും ക്യാൻസറിൻ്റെയും കാരണമാണ്. 2.5 കൂടുതൽ കഴിക്കരുത്. നമ്മളോട് ഒട്ടും കഴിക്കരുതെന്നാണ്. ജിമ്മിലൊക്കെ പോകുമ്പോൾ കഴിക്കും. ജിമ്മിൽ പോകുന്നവർ 21 മണിക്കും കുഴഞ്ഞു വീണ് മരണം. യോഗ സെന്ററിൽ യോഗ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് കുഴഞ്ഞു വീണ് മരിച്ചതായിട്ട് എവിടെയെങ്കിലും ലോകത്ത് കേട്ടിട്ടുണ്ടോ? ജിമ്മില് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ധാരാളം കേൾക്കുന്നുണ്ട്. ജിമ്മിൽ മാംസപേശികളുടെ ശരീരത്തിനുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ശ്രദ്ധയേ ഉള്ളൂ. യോഗ പ്രാണനെയാണ്. ഈ ശരീരത്തിൽ സ്വസ്ഥമായി സുന്ദരമായി തുടരുന്ന പ്രാണനെയാണ് ശ്രദ്ധിക്കുന്നത്.